നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാൻ കുറച്ച് പുതിയ ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് വാങ്ങിക്കണമെന്ന് കുറച്ച് ദിവസം ആഗ്രഹിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ച് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അതായത് എല്ലാ സ്കിൻ ടോണുകാർക്കും ഇഷ്ടപ്പെടുന്ന, ചേരുന്ന നല്ല ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. പിന്നെ ഇപ്പോൾ ആമസോണിൽ വാലൻറ്റൈൻസ് ഡേ സെയിൽ ലൈവായിട്ട് പോയോണ്ടിരിക്കുന്നുണ്ട്. മിനിമം ഒരു 40% ഓഫാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ സെയിൽ തീരണേറ്റ് മുന്നേ മേടിക്കാനായിട്ട് നോക്കുക. ഇന്നത്തെ വീഡിയോ ആമസോണായിട്ട് ചേർന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോയ്ക്ക് പോവാം. പുതിയതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് 2 ലിപ്സ്റ്റിക്സും പിന്നെ ഒരു ലിപ്പ് ലൈനറുമാണ് കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് എന്താണ് ഫേസസ് കാനഡ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കുകളാണ്. ഓൾറെഡി എനിക്ക് ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ സംഭവമല്ലേ, ഇതേ മോഡൽ ലിപ്സ്റ്റിക്ക് വേറെ 2 ഷെയ്ഡും കൂടി ഉണ്ട്. ഈ 2 ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ. എനിക്ക് ഈ 2 ഷെയ്ഡും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ കുറച്ചൊരു പിങ്കിനോട് കലർന്നിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് വേണം. എൻ്റെ അടുത്ത് കൂടുതൽ ബ്രൗണ്, റെഡ്, ഓറഞ്ച് അങ്ങനത്തെ ന്യൂഡ് ഷെയ്ഡ്സൊക്കെയാണ്. പിന്നെ ഫേസസ് കാനഡയുടെ ഈ ലിപ്സ്റ്റിക്കുകൾ ന്യൂഡ്സ് അല്ല കേട്ടോ. ഇത് നല്ല അത്യാവശ്യം നല്ല ഡാർക്കായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഇപ്പം എൻ്റെ സ്കിൻ ടോണിലുള്ളവർക്ക് ഡാർക്കാണ്, ഇത്തിരി മതി. പിന്നെ എന്താ പറയുക, ചില ആൾക്കാർക്ക് ഇത് ന്യൂഡായിട്ടും വർക്ക് ചെയ്യും കേട്ടോ. കുറച്ച് ഡീപ്പായിട്ട് സ്കിൻ ടോണുള്ളവർക്ക് ഇത് ന്യൂഡായിട്ടും വർക്ക് ചെയ്യും. പക്ഷേ എന്തൊക്കെയായാലും ഭയങ്കര ഭംഗിയുള്ള ഷെയ്ഡ്സാണ് കേട്ടോ. ആദ്യം തന്നെ ഈ പിങ്ക് ലിപ്സ്റ്റിക്ക് കാണിച്ചു തരാം. ഇത് ഫേസസ് കാനഡയുടെ ഫിക്സഡ് ഫോർ യു എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഈ ഒരു ലിപ്സ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഒത്തിരി ഇങ്ങനെ എടുത്ത് നമുക്ക് ചുണ്ട് മുഴുവൻ ഇടേണ്ട ആവശ്യമില്ല. ഒരു തരി എടുത്താൽ തന്നെ നല്ല ഭംഗിയുള്ള ഷെയ്ഡുണ്ട്. പിന്നെ നമുക്ക് ഇത് അത്യാവശ്യം ഒരു 8 മുതൽ ഒരു 12 മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ഷെയ്ഡ് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് മോവ് കലർന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം എന്താ പറയുക, നമുക്ക് ഈ ഫങ്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഷെയ്ഡ്സാണ് ഈ ഫേസസ് കാനഡ കേട്ടോ. ഞാനിത് ഇട്ടിട്ട് കാണിച്ചു തരാം. വീഡിയോയിൽ ഇവിടെ കൊടുക്കാം കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 300 രൂപയുടെ ചുവടെയാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ റേറ്റ് നിൽക്കണേ കേട്ടോ. അപ്പോൾ ഇതൊരെണ്ണം നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ചേരുന്ന ഒരു 1 2 ഷെയ്ഡ് മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറേ കാലത്തേക്ക് ഒരു 5-6 മാസമൊക്കെ നമ്മളിങ്ങനെ ഡെയിലി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം ഇതിനകത്ത് ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു മാറ്റ് ഫിനിഷുള്ള ലിപ്സ്റ്റിക്കാണ്. പിന്നെ ചുണ്ടിങ്ങനെ ഡ്രൈ ആക്കുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യൊന്നുമില്ല കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് ഒരേ സാധനം തന്നെ 3 വെറൈറ്റി ഷെയ്ഡ്സ് വാങ്ങിയത്. അപ്പം ഇനി വേറെ ഒരെണ്ണം വാങ്ങിയിട്ടോ. ഇതൊരു ഓറഞ്ച് പിന്നെ ബ്രൗൺ കൈൻഡ് ഒരു ഷെയ്ഡാണ്. കുറച്ച് ഒരു ഇത്തിരി ബ്രൗൺ ഉണ്ട്, എന്നാൽ ഇത്തിരി കൂടെ ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നമ്മൾ ഇത് കാണിച്ചതിൻ്റെ അത്രയ്ക്ക് ഇതിനെ ലാസ്റ്റ് ചെയ്യുന്നില്ല തോന്നി കേട്ടോ. ചുണ്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് പോവില്ല, എന്നാലും മറ്റേ ആ ഒരു കാറ്റഗറി, ഇതിനെന്താ പേരെനിക്ക് കിട്ടുന്നില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു ബ്രൗൺ ഓറഞ്ച് കൈൻഡ് ഷെയ്ഡാണ് കേട്ടോ. എല്ലാവർക്കും, എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാനിതിപ്പം ഇട്ടുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ലിപ്പിൽ കാണാൻ പറ്റും. പിന്നെ ആ ലിപ്പ് ലൈനറും കൂടി ചേർത്തിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഞാനൊരു തരി എടുത്തിട്ടുള്ളൂ, കുറച്ച് മതി. കുറച്ചിട്ടാൽ തന്നെ നമുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ലിപ്പ് ലൈനർ തീരെ ഉപയോഗിക്കാത്ത ആളാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ ലിപ്സ്റ്റിക്കൊക്കെ നമുക്ക് ഇത്തിരി മതി കേട്ടോ. വെറുതെ ഒന്ന് ഒരു നുള്ളത് ഇങ്ങനെ എടുത്ത് ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് അത്ര മതി. അപ്പോൾ തന്നെ നമ്മുടെ ചുണ്ടിലേക്ക് വേണ്ടതാവും. അപ്പോൾ നമുക്ക് ഒരു ഔട്ട്ലൈൻ വരയ്ക്കാൻ ഇതൊരു ബ്രൗൺ ലിപ്പ് ലൈനറാണ്. മാർസിൻ്റെ ലിപ്പ് ലൈനറാണ് കേട്ടോ. അപ്പം ഓറഞ്ചിൻ്റെ കൂടെ, മെറൂണിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ ഇത് നന്നായിട്ട് പോകും. പിന്നെ നമ്മൾ കാണിച്ച
ഇതിൻ്റെ കൂടെയും ഇത് നന്നായി പോകട്ടോ. അങ്ങനെ എല്ലാത്തിനും പറ്റിയിട്ടുള്ള ഒരു ലിപ്പ് ലൈനറാണ് ഞാനിവിടെ വരയ്ക്കുക കേട്ടോ. ഈ 2 ഷെയ്ഡ്സ് ഞാൻ ഓൾറെഡി മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇതിലൊരെണ്ണം ഇത് നോട്ട് ടു സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊരു ബ്രൗൺ എന്താണ് ഒരു മെറൂണൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരു റെഡ് മെറൂൺ ബ്രൗൺ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പക്ഷേ ഇതന്നെ ഞാൻ വേറെ പലർക്കും വേറെ രീതിയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സ്കിൻ ടോണാണ് നിങ്ങൾക്ക് വെച്ചാൽ ഇതൊരു ബ്രൗൺ മെറൂൺ റെഡ് ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള നല്ല ഡീപ്പായിട്ടുള്ള ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് കേട്ടോ. പിന്നെ നല്ലതാണ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്തിരി എടുക്കാറുള്ളൂ. എനിക്ക് ചുണ്ട് മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമത് എൻ്റെ കുഞ്ഞ് ചുണ്ടാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ലിപ്സ്റ്റിക്ക് ഒത്തിരിയധികം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വിയർഡായിട്ട് തോന്നും. ഇതിൻ്റെയൊക്കെ റേറ്റ് ഏകദേശം ഒന്ന് തന്നെയാണ്. ഭയങ്കര ലാസ്റ്റിംഗ് ആട്ടോ, ഒത്തിരി നേരം ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇത് ഈ ഇള്ളയിലൊക്കെ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഷെയ്ഡ് ഇതാണ്. ഇത് ഭയങ്കര ഭംഗിയുള്ള, എനിക്ക് ഭയങ്കര രസമുള്ള ഒരു ഷെയ്ഡാട്ടോ. ഒരു ഓറഞ്ച് ഷെയ്ഡാണ്, ഒരു ഓറഞ്ച് ബ്രൗൺ ഷെയ്ഡാണ്. അപ്പം ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആയ പോലെ എനിക്ക് തോന്നും കേട്ടോ. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഫോർ ദി വിൻ എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. അധികം ആരും അങ്ങനെ ഈ ഷെയ്ഡ് പറയുന്നത് കേട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഭയങ്കര ചിലവർക്ക് ഇത് നല്ല ബ്രൈറ്റ് ഓറഞ്ചായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിന് അത്ര ആൾക്കാർ എടുക്കാത്ത. എനിക്ക് പക്ഷേ ഇത് കുറച്ച് ഞാൻ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ ഓറഞ്ച് എനിക്ക് വൃത്തിയുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ വരയ്ക്കാം കേട്ടോ. അതെ, പിന്നെ നമ്മൾ കാണിച്ചില്ലേ ഏകദേശം ഈ 2 ഷെയ്ഡ്സും ഒരേപോലെയാണ് ഇരിക്കണേ. ഇതെന്താ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ഷെയ്ഡാട്ടോ, എനിക്ക് പേര് കിട്ടുന്നില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡ്. ഇത് രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്, ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് കുറച്ചുകൂടെ ഒരു ഓറഞ്ച് ബ്രൗൺ ആണ്, ഇത് നല്ല ബ്രൈറ്റ് ഓറഞ്ചാണ്. അങ്ങനത്തെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.